ഫോൺ അടക്കുന്ന അടിക്കുന്നുണ്ട്, ഇതൊന്നും കേൾക്കുന്നില്ലേ? നീ ആ ഫോൺ എടുത്ത് തോട്ടിലോ പാറമടലോ കൊണ്ട് കളാ. എന്ത് വർത്താനം ഈ പറയണേ? അപ്പൂപ്പനായിരിക്കും, തിരിച്ചു വിളിക്ക്. എനിക്കിപ്പം വിളിക്കാനൊന്നും വയ്യ. ആ അമ്മൂമ്മ എന്തൊക്കെയോ പറയണു. എനിക്കൊരു പ്രശ്നമില്ല. എന്താണ് അപ്പൂപ്പൻ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു, അമ്മൂമ്മ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നു. ശ്രീകുട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ മിക്കവാറും എങ്ങോട്ടെങ്കിലും പോവും. പോയി കഴിഞ്ഞ എന്നെ തേടി ഒറ്റ ഒരെണ്ണം വന്നേക്കരുത്. ചേച്ചി എന്തോ ചേച്ചി അമ്മ പറയണേ? അമ്മ എനിക്ക് ഒരിടത്തും സ്വസ്ഥത കിട്ടുന്നില്ല. വീട്ടിലും കിട്ടണില്ലേ? അപ്പൊ അതല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇതെന്തോന്ന് കാര്യം ഞാൻ പറയാം. അപ്പൂപ്പനായിട്ട് ചെറുതായിട്ടൊന്ന് ഉരസി അവിടെ നിന്ന് വഴക്കാക്കിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോന്ന്. കറക്റ്റ് അല്ലേ? അല്ലെങ്കിലും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ നീ മിടുക്കിയാണല്ലോ. എന്തിനാണ് അച്ഛനോട് വഴക്കിട്ട് പോരണേ എപ്പോഴും ഇങ്ങനെ? അച്ഛനാണെങ്കിൽ ആവശ്യമില്ലാതെ ഒന്നും പറയുകയില്ല. അത് ശരിയാണ്. ഇപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പോകുമ്പോ എൻ്റെ അടുത്ത് പറയും എന്നെ മോളേന്ന് വിളിച്ച് എന്തെങ്കിലും മേടിച്ച് കഴിക്കുമെന്ന് പറയും, വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് പറയും, അങ്ങനെയൊക്കെ ചോദിക്കൂലേ അച്ഛൻ? അപ്പൊ ആ കാര്യത്തിൽ വേറെ ലെവലാണ് കേട്ടാ. ഞാൻ അടുത്ത് ചെല്ലുമ്പോ തന്നെ ആദ്യം എന്നെ തലവടി, പിന്നെ കുറച്ചേരൊക്കെ സംസാരിച്ച് ലാസ്റ്റ് പോകാൻ സമയത്ത് 500 രൂപ എടുത്ത് വെച്ച് വരികയും ചെയ്യും, ആരും കാണാതെ. ആ നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഒന്ന് പുറത്ത് അമ്പലത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും ചോദിക്കും കുട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമോളല്ലേ കൊച്ചുമോളല്ലേ. അത് മാത്രോ, നാട്ടുകാർക്കൊക്കെ അപ്പൂപ്പന് എന്തൊരു ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. തിരിച്ച് അങ്ങോട്ടും എല്ലാവരെയും സഹായിക്കും. അത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും. കേൾക്കണം അമ്മായി, ഇപ്പൊ നമ്മുടെ പടവലത്തെ വീട്ടിലെ അപ്പൂപ്പന്റെ അടുത്ത് ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരുവൊക്കെ ചെയ്യും, ഈ ജോലി ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണെങ്കിൽ അപ്പൂപ്പന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. തേങ്ങയും ചക്കയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പറമ്പിന്റെ അടുത്തുള്ള താമസക്കാർക്ക് കൊടുത്തിട്ടേ അച്ഛൻ എന്തെങ്കിലും ചെയ്യും. പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നപ്പോ അയ്യോ പണിക്കാർക്ക് ഈ പൈസയും നെല്ലും കൂടി അടച്ച കൊടുക്കണേ അല്ലേ? പിന്നെ നെല്ലാണെങ്കിൽ എല്ലാം ഒന്നും എടുക്കുകയൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളതിനെ എടുത്തിട്ട് ബാക്കി പത്തായത്തി സൂക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? ക്ഷാമമൊക്കെ വരുമ്പോൾ ഈ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാമല്ലോ. പാവച്ചൻ എന്തെല്ലാം ഉപകാരങ്ങളാ നാട്ടുകാർക്കൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടവുമാണ് അച്ഛനെ. ഇങ്ങനൊരു പുണ്യ മനസ്സുള്ളത് കൊണ്ടാണ് ഈ പ്രായത്തിൽ അപ്പൂപ്പന് ഇങ്ങനെ ചുറുചുറുക്കോടെ പണിയെടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. ഇനിയുണ്ടല്ലോ, ഞാൻ എല്ലാ ദിവസവും അപ്പൂപ്പൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വഴിപാടൊക്കെ കഴിക്കും. ഇപ്പൊ കുറെ ആയില്ലേ അമ്മ നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് അപ്പൂപ്പന്റെ പേരില്? വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് ഉണ്ടല്ലേ? പിന്നെ അതൊന്നും കഴിക്കണ്ടെന്നിരിക്കണമെന്നില്ല. ഓ, വരി വരിയായിട്ട് അപ്പൂപ്പന്റെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കുവാന്നല്ലോ. ഇതിലൊക്കെ വിപരീതമാണ് ഞാനെന്നല്ലേ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ നിങ്ങളൊരു കാര്യം കേട്ടോ, അപ്പൂപ്പൻ ഇപ്പൊ ഭയങ്കര ദേഷ്യവും ഭയങ്കര ചാട്ടവാ. ഒന്ന് ചുമ്മാ തരുന്ന അമ്മ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയാണ്ട്. ഒന്നും മിണ്ടായിരു വെച്ചേ. ഇപ്പോഴേ അപ്പൂപ്പൻ സദാസമയം എന്നോട് ചാടിക്കടിച്ചോണ്ടിരിക്കുക. അതിന് പ്രത്യേകിച്ച് കാര്യവും കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും നിസ്സാര കാര്യം ഉണ്ടായ പോലും എന്നോട് ചാടിക്കടിച്ചോണ്ട് വരും. സഹിച്ച് നിൽക്കുക. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഭർത്താവെ മക്കളെന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ച സ്ത്രീയാ ഞാൻ. എന്നെ ഇങ്ങനെ ദ്രോഹിച്ചാലുണ്ടല്ലോ ഈശ്വരൻ പോലും പൊറുക്കത്തില്ല. ആരും ഒന്നും മിണ്ടാത്ത എന്താ? എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലേ? ഇപ്പോഴും എല്ലാരും അപ്പൂപ്പന്റെ കൂടാന്നോ? എനിക്കല്ലെങ്കിലും അറിയാം എന്റെ കൂടെ ആരും ഇല്ലെന്ന്. എനിക്ക് ആരും വേണ്ട. എല്ലാരും ഇപ്പോഴും നിങ്ങൾ എല്ലാരും മനസ്സുകൊണ്ട് അപ്പൂപ്പന്റെ കൂടാന്ന് എനിക്ക് മനസ്സിലായി.